ഇന്നലെ ഇറങ്ങിയ പ്രൊമോ പ്രകാരമേ ഇന്നത്തെ 2 ഭാഗമായിട്ടാണ് പ്രൊമോ ഇറങ്ങിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഒരു ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നു. അതിലെ ഇന്നലെ ജയിച്ച തമിഴ് ടീമിലെ എല്ലാവരും മത്സരിക്കുന്നു. നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഒരു ക്രിക്കറ്റ് കളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗെയിം തന്നെയാണ്. ബോൾ സ്റ്റമ്പയിൽ എറിഞ്ഞ് കൊള്ളിക്കുക എന്നുള്ള ഗെയിമാണ്. ആദ്യം ജയിക്കുന്നവരായിരിക്കാം ഒരുപക്ഷെ ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റൻ. ആ ക്യാപ്റ്റനാണ് പവർ ടീമിനെ തിരഞ്ഞെടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് കാണേണ്ടതാണ്, ആരൊക്കെ പവർ ടീമിൽ കയറും എന്നുള്ളത്. പക്ഷേ അതിൻ്റെ 2ാം ഭാഗത്ത് നമ്മൾ നോറയും ജിൻഡോയും തമ്മിൽ ഒരു പൊരിഞ്ഞടി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. 2 പേരുടെയും കയ്യെ കൂട്ടിക്കെട്ടിയിരിക്കുന്നു. ആ സമയത്ത് നോറ പറയുന്നത് നിങ്ങളെന്താണ് ആ പിടിച്ച് വലിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പം ജിൻഡോ ചോദിക്കുന്നുണ്ട് ഞാനല്ല വലിച്ച നീയല്ലേ വലിച്ചതെന്ന് പറയുന്നു. ഒന്നാമത് തന്നെ കൂട്ടി കെട്ടിയില്ലെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോറയ്ക്ക് ജിൻഡോയെ കാണുന്നത് തന്നെ ചതുർത്ഥിയാണ്. എപ്പോഴും എന്ത് ടാസ്ക് വന്നാലും ഒരു പേര്, പണ്ട് ജാൻമണിയായിരുന്നു, ഇപ്പം ജിൻഡോയുടെ പേരാണ് സാധാരണ പറയുന്നത്. ആ സമയത്ത് ഇവർ 2 പേരും കൂടെ കൂട്ടിക്കെട്ടി വിട്ടാൽ എന്തായിത്തീരും എന്നൊക്കെ നമ്മൾ കണ്ടറിയണം. പിന്നെ ഈ നോറയെ സഹിക്കുക, നോറയുടെ ശബ്ദം സഹിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള കാര്യമാണ്. നമ്മൾ ലൈവ് കാണുമ്പോഴും ഭയങ്കര അരോചകമായി തോന്നും, ചുമ്മാ കലവില ചിലച്ചുകൊണ്ടിരിക്കും. ഈ സമയം ജിൻഡോ എന്തുമാത്രം സഹിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അവിടെ ഒരു അടി വീഴുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും എന്തോ ടാസ്കിൻ്റെ ഭാഗമാണ്. ഇനി ബിഗ് ബോസ് കൊടുത്ത ടാസ്കാണോ, പവർ ടീം ഇവർക്ക് പണിഷ്മെൻറ്റ് കൊടുത്തതാണോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും 2 പേരുടെയും ഒരു കയറെടുത്ത് 2 പേരെയും കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം എന്തായി തീരും, അത് പവർ ടീമിലേക്ക് കയറാൻ വേണ്ടിയാണോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും ഇതൊന്നും വ്യക്തതയില്ല. ബിഗ് ബോസ് കൊടുത്തതാണോ പവർ ടീം പണിഷ്മെൻറ്റ് കൊടുത്തതാണോ എന്നൊക്കെയുള്ളത് ഏതായാലും ലൈവിൽ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഏതായാലും നല്ല പൊരിഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നോറയുടെ ലൈവിൽ ഇത് വരുമ്പോൾ നോറയുടെ ഈ ശബ്ദം സഹിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴേ അത് കാണാൻ തന്നെ തോന്നില്ല. കാര്യം ഭയങ്കര ഇറിറ്റേറ്റിങ്ങാണ്. അങ്ങ് ചുമ്മാ വ്യക്തമായ കാര്യങ്ങൾ പറയില്ല, അങ്ങ് ഒരു ചീവീടുകൾ ചിലക്കത്തില്ല, അതേപോലാണ്. അതുകൊണ്ട് ഈ ലൈവ് കാണുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഏതായാലും നമ്മൾ ജിൻഡോ ഇല്ലേ, ഏതായാലും കണ്ട് എന്താണെന്നുള്ളത് പിന്നറിയിക്കാം.